ഞാനൊരു ബിസിനസിന്റെ ആംഗിൾ ചിന്തിക്കുമ്പോൾ വെറുതെ ഈ ട്രാഫിക് ജാമിൽ കിടന്ന് കൺജസ്റ്റഡ് ആയിട്ട് അവിടം വരെ സ്വന്തം വണ്ടി ഓടിച്ച് വേർത്ത് കുളിച്ച് ചെല്ലുന്ന ഒരാൾക്ക് പകരം വിശാലമായ സൗകര്യപ്രദമായ പാർക്കിംഗ് വണ്ടി വിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ എൻ്റർടൈൻമെൻറ്റ്സ് കഴിഞ്ഞ് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്ത് അതിൽ കയറി ആകാശത്തു നിന്ന് ഈ തേയിലത്തോട്ടങ്ങളെയും ഈ തടാകങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര, അതല്ലേ അവനെ അതാസ്വദിക്കാനല്ലേ അങ്ങ് വന്നത്. ഇനി അവർക്കും കസ്റ്റമർക്കും ആ ഫെസിലിറ്റി കൊടുക്കുന്നവന് ലാഭമുള്ള ഒരു പദ്ധതിയല്ലേ അവിടെ വരേണ്ടത്. അങ്ങനെ ഒരു കാര്യത്തിന്റെ ചർച്ച ഈ പറഞ്ഞ ആശയങ്ങൾ മുന്നോട്ട് വെക്കാഞ്ഞത് കൊണ്ടല്ല, അതില് ചില തടസ്സങ്ങൾ ഇപ്പോഴും നിൽക്കുക. തടസ്സം എന്ന് പറഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഉത്സാഹിക്കുമ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കയറി ഇറങ്ങോടുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുമ്പം അവിടുത്തെ എസ്റ്റേറ്റുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിനൊന്നും പരിഹരിക്കാൻ പറ്റാത്തതല്ല. അതിന് ശക്തമായ ഒരു ഭരണ സംവിധാനത്തിന് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പരിഹരിച്ചെടുക്കാൻ പറ്റണ്ടേ? അങ്ങനെയല്ലേ നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഉണ്ടായത്, അങ്ങനെയല്ലേ ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടത്. തടസ്സങ്ങളെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും കീഴിൽ വരുന്നതല്ലേ. അപ്പം അതിലപ്പുറം ഒന്നും ഞാൻ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. ഇതില് ഇങ്ങനത്തെ തന്നെ പ്രൊജക്ടുകൾ ഇഷ്ടം പോലെ 25 ഹബ്ബുകളാണ് ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. അതിൽ ഒരു ഹബ്ബ് മാത്രമാണ് ഈ മൂന്നാർ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹബ്ബ് മൂന്നാറിൻ്റെ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ലോക്കൽ ടൂറിസം ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർന്ന ഒന്നിൻ്റെ കേന്ദ്രസ്ഥാനമായിരിക്കും മൂന്നാർ. അവിടം വലിയൊരു എക്കോ സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യും. അതൊരു എക്കണോമിക് കേന്ദ്രമായിട്ട്. അതുപോലെ ഒരു 25 എണ്ണം കേരളത്തിൽ വന്നു കഴിയുമ്പം ആ 25 കേന്ദ്രങ്ങൾ അതിന് ചുറ്റിലുള്ള 30 കിലോമീറ്റർ ചുറ്റിലുള്ള ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വരുമ്പോൾ കേരളം മുഴുവൻ അതിന്റെ ബെനിഫിഷ്യറി ആയി മാറുകയല്ലേ. കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നാൽ ലോകത്ത് ഏത് നാട്ടിലും കിട്ടുന്ന സൗകര്യങ്ങളും എക്സൈറ്റ്മെന്റും എല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് പോകാവുന്ന ഒരു സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് തായ്ലൻഡിലേക്ക് മനുഷ്യൻ ഒഴുകുന്നത് പോലെ, വിയറ്റ്നാമിലേക്ക് ഒഴുകുന്നത് പോലെ, സിംഗപ്പൂരിലേക്ക് ഒഴുകുന്ന പോലെ ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്ന ഒരു കാലം വരും. വിദേശികൾ വന്നില്ലെങ്കിൽ വേണ്ടെന്നേ, നോർത്ത് ഇന്ത്യൻ ആളുകൾ ഒഴുകിയാൽ പോലും പോരെ. അതെ അതെ അതെ. ഇതിലൊക്കെ ഇപ്പോൾ കേരളത്തിന്റെ ഒരു വേറൊരു പ്രശ്നം, പണക്കാരായ ആളുകളും പണമില്ലാത്ത ഗവൺമെന്റും. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കയ്യിൽ പൈസ ഒന്നും കാണത്തില്ല. അതാണ് പ്രധാന പ്രശ്നം. അത് തന്നെയാണ് പ്രധാന പ്രശ്നം. പക്ഷെ അതിന് സൊല്യൂഷൻ ഉണ്ടെന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആധുനികമായ ഏതെങ്കിലും സൗകര്യം അനുഭവിക്കുന്ന സർക്കാരിൻ്റെതാണോ ഇന്ന്? നിങ്ങളൊരു നല്ല സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്നു, സർക്കാരിൻ്റെ തിയേറ്ററിൽ പോകണമെന്ന് വാശിയുണ്ടോ? പ്രൈവറ്റ് മൾട്ടിപ്ലക്സിൽ പോയിരുന്ന് സുഖമായിട്ടിരുന്ന് കാണുന്നു. നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾക്ക് നല്ല ഏറ്റവും മികച്ച ചികിത്സ വേണമെങ്കിൽ നിങ്ങൾ കാശുണ്ടെങ്കിൽ എവിടെയാണ് പോകുന്നത്?